18 വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കിള്ളിമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് 1 മുതൽ 31 വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു. കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും. ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക. വിശുദ്ധ റമളാനോടനുബന്ധിച്ച് ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ച് മഹൽ മദ്രസകളിൽ സേവനം ചെയ്യുന്നവർക്ക് റിലീഫ് വിതരണം വ്യാഴാഴ്ച നടത്തി. ആത്മവിശുദ്ധിയുടെ വിരുന്നൊരുക്കുന്ന വ്രതമാസത്തെ സുഹൃതങ്ങൾ കൊണ്ട് വരവേൽക്കുന്ന ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ മികവുറ്റതാണ് എന്ന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. നന്മ നിറഞ്ഞ ഈ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനം അകതാരിലേക്ക് കൂടി എത്തിച്ച് ഹൃദയഭിത്തികൾ വിപുലീകരിച്ചാൽ മാത്രമേ ശുദ്ധീകരണം പൂർത്തിയാവുകയുള്ളൂ എന്നും സത്യവിശ്വാസങ്ങളെല്ലാം നന്മകളെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്ന കാലമായിരുന്നു വിശുദ്ധ റമദാൻ. ഈ 11 മാസ ഇടവേള നൽകിയാൽ അത് അതിഥികൾക്ക് തുല്യമാകുമെന്ന് പാണക്കാട് തങ്ങൾ സൂചിപ്പിച്ചു. വിശുദ്ധ റമദാനോടനുബന്ധിച്ച് ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ചിലെ മഹല മദ്രസകളിൽ സേവനം ചെയ്യുന്നവർക്കുള്ള 10ാമത് റിലീഫ് വിതരണം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് കാഞ്ഞിരശ്ശേരി അൽമദ് റസത്തുൽ ബദ്രിയയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം സമൂഹത്തിന്റെ അഭിമാന സ്തംഭങ്ങൾ പള്ളിയും അതുപോലെ തന്നെ മദ്രസയും ഒക്കെ തന്നെ തകർക്കപ്പെടുന്നു. അങ്ങനെ അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തെ രാജ്യത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ അതുപോലെ തന്നെ പലസ്തീൻ ജനതയും വലിയ പ്രയാസത്തിൽ ഇസ്രായേലിന്റെ കിരാതമായ അക്രമങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാം പ്രാർത്ഥനകൾ മാത്രമാണ് ഇതിനൊക്കെ തന്നെ പരിഹാരമായിട്ടുള്ളത്. വിശുദ്ധ റമദാൻ ആഗതമാവുകയാണ്. വിശുദ്ധ റമദാനിലൊക്കെ തന്നെ പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്ന അനുഗ്രഹീതമായ ദിനരാത്രികളാണ്. ആ ദിനരാത്രികളൊക്കെ തന്നെ പ്രാർത്ഥനകൾക്ക് വേണ്ടി നീക്കിവെക്കാനും ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഒക്കെ തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും സാധ്യമാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിത്തരുമാറാവട്ടെ. ഇതിനുവേണ്ടി സാമ്പത്തികമായി സഹകരിക്കുന്ന നിരവധി ഖത്തറിലുള്ള നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹുവിനെ അറിയാം. അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അവരുടെ ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അള്ളാഹു റാഹത്തും വർക്കത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. വീണ്ടും ആരോഗ്യവും സമയം സമ്പത്തും ഇത്തരം ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് മാരക രോഗങ്ങളിൽ നിന്ന് മഹാമാരിയിൽ നിന്നും ജീവിത പ്രയാസങ്ങളിൽ നിന്നും റോഡുഭാഗങ്ങളിൽ നിന്നും നമ്മെ ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ മുള്ളൂർക്കര റേഞ്ചിലെ റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സംഗമത്തിൽ മുഖ്യ രക്ഷാധികാരി സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളെ ഉൾപ്പെടുത്തണം. എല്ലാ സമയങ്ങളിലും ഉൾപ്പെടുത്താറുണ്ട്. പക്ഷെ അതോടൊപ്പം ഇത് പ്രത്യേകമായി ഉൾപ്പെടുത്തുക. പിന്നെ വിശുദ്ധമായ റമദാനിന്റെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് ഈ റിലീഫുമായി ബന്ധപ്പെട്ട് സാമൂഹിക പ്രവർത്തനങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടം എന്ന രീതിയിൽ ബഷീർ ഫൈസി നന്നായി കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് എല്ലാം നമ്മൾ സ്വീകരിക്കട്ടെ. അതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വന്നിരായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി PT കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണവും സെക്രട്ടറി ഷബീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുത്തരിഷ് ബാദുഷ അൻവരി ദേശമംഗലം, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ മുദരീദ് M ഇസ്മായിൽ റഹ്മാനി ശശികുമാർ, സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും ഭാരവാഹികളായ AK ഇസ്മായിൽ അൽ ഹസനി, A അഷ്റഫ് ദാരിമി, CA സുലൈമാൻ മുസ്ലിയാർ, BAM അജ്മൽ ഭാഗവി, KS മുഹമ്മദ്, KM മുഹമ്മദ് ഹാജി, KM ഉമ്മർ മാസ്റ്റർ, PK മൂസ, KK മറിക്കാർ ഹാജി, KP മൂസ ഫൈസി, KM ഉസ്മാൻ മൗലവി, VM ഷമീർ, AA സൈനുദ്ദീൻ, PA വീരാൻകുട്ടി മുസ്ലിയാർ, PM മുഹമ്മദ് ഷിഹാബ്, MS മുഹമ്മദ് സൽമാൻ, KM അഫ്സൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ കോർഡിനേറ്റർ KM അലി, റിലീഫ് കമ്മിറ്റി കൺവീനർ KA ഹംസകുട്ടി മൗലവി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് നിങ്ങൾ നിർവഹിച്ചു വരുന്നതാണ്. അങ്ങനെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു പുണ്യകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തീർച്ചയായും മഹത്തായ ഒരു സന്ദേശമാണ് റമസാൻ
മാനവ ജനതയ്ക്ക് നൽകുന്നത്. എല്ലാവരെയും ഒരുപോലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക, ഇല്ലാത്തവർക്ക് നൽകുക. ഈ ഖത്തർ പ്രവാസി കൂട്ടായ്മ ചെയ്യുന്നത് ഒരു ദിവസം മാത്രമല്ല, 365 ദിവസവും സഹായിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. അത് വസ്ത്രമായാലും ഭക്ഷണമായാലും ചികിത്സ സഹായമായും ഒക്കെ. ഇതിൽ വലിയൊരു മാതൃക വേറെ ഉണ്ടോ എന്നുള്ളതാണ് സംശയം. അപ്പോൾ അതിൻ്റെ നേതൃത്വം നൽകുന്ന ശ്രീ അലിയെ പോലുള്ള ആളുകളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. തങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇവിടെ പങ്കെടുക്കാനും ഒരുപാട് പറയാനുമെല്ലാം. ന്യൂസ് ഡെസ്ക് CCV.